ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരിയും രാഹുലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ ഒറ്റ ഒരുത്തനെ എല്ലാത്തിനും കാരണം. തന്നെ ഇല്ലാതാക്കിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. തന്നെ പോലെ ഒരുത്തനെ ഇനി എന്തിനാ ഞാൻ നെഞ്ചിലിട്ടുകൊണ്ട് കിടക്കുന്നേ? താനും മനോഹരമൊക്കെ ഒരേ റൂട്ടിൽ കൂടെ സഞ്ചരിക്കുന്നവനാ. അതുകൊണ്ട് താൻ അവനെ മാത്രം കുറ്റം പറയുകയൊന്നും വേണ്ട. തന്നെയും കൊല്ലേണ്ട സമയം കഴിഞ്ഞു. ഇത് കേട്ടതും എന്തിനാ ശാരി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഇതിനും വേണ്ടും എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അയ്യോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. കല്യാണത്തിന് മുമ്പാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലെങ്കിലും നിങ്ങളോട് ക്ഷമിക്കായിരുന്നു. എന്നാ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളിത് ചെയ്തത്. എന്താ എൻ്റെ അടുത്ത് സ്നേഹം അഭിനയിച്ചിട്ട് നിങ്ങൾ ആ മിണ്ടാത്തവളുടെ പിന്നാലെ പോയതല്ലേ? എന്നിട്ട് എനിക്ക് കിട്ടേണ്ട എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ അവൾക്ക് സമ്മാനിച്ചു. ഇതൊക്കെ നിങ്ങളോട് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യമാണ്. മറക്കില്ല, ഈ ജന്മം ഞാൻ മറക്കില്ല, ഞാൻ മരിച്ചാലും മറക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ശാരി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക. ഇനി ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ മനോഹരനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. എൻ്റെ മോളെ ചതിച്ചവൻ ഇനി ആ വീട്ടിൽ വേണ്ട. അതിന് രൂപയോട് സഹായം ചോദിക്കാമെന്നല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഫോൺ എടുക്കുക. ഹലോ രൂപേ, എന്താ ഏട്ടാ? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ഒന്നിവിടെ വരെ വരാവോ? അയ്യോ ഏട്ടാ, ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താ രൂപേ? ഏട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ചെയ്തുതരാം. രൂപേ, ആ മനോഹരനെ പറ്റി നിനക്കറിയാലോ. അവൻ്റെ കാര്യങ്ങൾ നിനക്ക് നന്നായിട്ട് അറിയാം. അവൻ സരയുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ അവന് കുറേ കാശ് കൊടുക്കണം. കാശ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലല്ലോ രൂപേ. കാശെങ്ങാനും കൊടുത്താൽ അവൻ ഒഴിഞ്ഞു പോയിക്കോളും. അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് കാശ് തരണം രൂപേ. എന്നെ കുറച്ച് കാശ് ഒന്ന് നീ സഹായിക്കണം. എൻ്റെ ഭർത്താവിനെ ചതിച്ച് എന്നെയും ചതിച്ച് എൻ്റെ ജീവിതം തന്നെ തകർത്തവനാ. അവന് ഞാൻ കാശ് കൊടുക്കണം പോലും എന്നും രൂപ ആലോചിക്കുകയാണ്. രൂപ, നീ എന്താ ആലോചിക്കുന്നേ? നിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലേ? എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട് ഏട്ടാ. എന്നൊരു കാര്യം ചെയ്യ്, നീ എന്നെ ഒന്ന് സഹായിക്കും രൂപേ. എനിക്ക് എൻ്റെ മോളുടെ ജീവിതം സേഫ് ആക്കാനാ. അല്ല ഏട്ടാ, അങ്ങനെ സരയുവിൻ്റെ ജീവിതത്തിൽ നിന്ന് മനോഹരനെ പറഞ്ഞു വിട്ടാൽ അവൾ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചാലും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും ഏട്ടാ. അത് കേട്ടതും അതിനാണ് ഞാൻ കിരണിൻ്റെ കാര്യം പറഞ്ഞത്. എങ്ങനെയെങ്കിലും പണം കൊടുത്ത് മനോഹരനെ ഒഴിവാക്കണം. അതിനുശേഷം കല്യാണിയെ കൊല്ലണം. എന്നിട്ട് കിരണിനെയും സരയുനെയും ഒന്നിപ്പിക്കണം. അതാണ് രൂപൻ എൻ്റെ പ്ലാൻ. അത് കേട്ടതും എൻ്റെ മരുമോളെ കൊല്ലാൻ എന്നോട് തന്നെ കാശ് ചോദിക്കുന്ന നാറി, ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം എന്നും ആലോചിക്കുകയാണ്. രൂപേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഏട്ടാ, പറഞ്ഞോ. അതുകൊണ്ടാണ് രൂപേ, എങ്ങനെയെങ്കിലും എൻ്റെ മോളുടെ ജീവിതം സേഫാക്കണം. അവളിപ്പോൾ ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുക. ഒരു ദിവസം കുഞ്ഞിനെ കാണാനില്ല എന്നും പറഞ്ഞ് അവൾ അനുഭവിച്ച വേദന ഭ്രാന്ത് പിടിച്ചതുപോലെ അവൾ ആകെ തകർന്നു പോയായിരുന്നു രൂപേ. അതുകൊണ്ടാണ് അവൻ്റെ കള്ളത്തരങ്ങൾ അറിയുന്നതിന് മുമ്പ് അവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, പണം. അത് നീ എന്നെ തന്ന് സഹായിക്കണം. അത് കേട്ടതും ഏട്ടാ, എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, പണം കൊണ്ട് ഞാൻ വരാം. ഇന്നടുത്ത് വന്നാൽ മതി രൂപ. ശരി ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയം പിന്നീട് നമ്മുടെ സേനനെ കാണിക്കുന്നത്. എന്തായി രൂപേ, എന്തുപറ്റി? അവന് പൈസ വേണം പോലും അവൻ്റെ മോളുടെ ജീവിതം സേഫാക്കാൻ. അതായത് മനോഹരനെ പണം കൊടുത്തൊതുക്കിയിട്ട് കല്യാണിയെ കൊന്നിട്ട് കിരണിനെയും സരയുനെയും ഒന്നിപ്പിക്കാനാണ് അവൻ്റെ പ്ലാൻ. അത് കേട്ടതും എൻ്റെ മരുമോളെ കൊല്ലാൻ പോലും അവൻ വളർന്നോ? അവളുടെ മേത്തൊരു പോറല് വീണ അവൻ്റെ കൈ ഞാൻ വെട്ടും. അത് കേട്ടതും ചന്ദ്രേട്ടാ, ഇപ്പം അതൊന്നും അല്ല വിഷയം. അവന് ഞാൻ കുറച്ച് ക്യാഷ് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞ് അവനെ ഒഴിവാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടതും അതിനെന്താ രൂപേ, കുറച്ച് കാശല്ലേ, അങ്ങോട്ട് കൊടുത്തേക്ക്. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്താ ചന്ദ്രേട്ട പറയുന്നേ? അവന് കാശ് കൊടുക്കാനോ? എനിക്കതിൽ തീരെ താല്പര്യമില്ല ചന്ദ്രേട്ടാ. എന്നെ ഒരുപാട് ചതിച്ചവനാ. ഇനി എൻ്റെ കാശ് കൊണ്ട് അവൻ്റെ മോളുടെ ജീവിതം സേഫ് ആക്കണ്ട. അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല ചന്ദ്രേട്ടാ. രൂപേ, താൻ കൊടുക്ക്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. താൻ പേടിക്കൊന്നും വേണ്ട. അവൻ ഈ ജന്മത്ത് പൈസ കൊടുത്ത് അവൻ്റെ മരുമോനെ ഒഴിവാക്കാൻ പറ്റില്ല. താൻ ധൈര്യമായിട്ടിരിക്കേ. സത്യമാണ് ചന്ദ്രേട്ടാ, സത്യം. തനിക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. പക്ഷേ എന്നാലും അവന് പൈസ കൊടുക്കണമെന്ന് അറിയുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത ടെൻഷൻ. വേണ്ടെന്നേ, ആ ടെൻഷനൊക്കെ വിട്ട് കളഞ്ഞിട്ട് അവൻ ആവശ്യമുള്ള പണം ഒരു പെട്ടിയിലാക്കി കൊണ്ടേ കൊടുക്ക്. അവൻ സന്തോഷിക്കട്ടെ. 2 മിനിറ്റ് മാത്രം അവന് ആ സന്തോഷം ഉണ്ടാവും. അത് കേട്ടതും നമ്മുടെ രൂപ പെട്ടെന്ന് തന്നെ പൈസ എടുത്തുകൊണ്ട് രാഹുലിനെ കാണാനായിട്ട് ചെല്ലുക. ഈ സമയം രാഹുൽ അവിടെ കാത്തു നിൽക്കുക. ഏട്ടൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല രൂപേ, ഞാൻ വന്നതേ ഉള്ളൂ.
ആ എന്തായി, ക്യാഷ് റെഡിയാണോ? ആ റെഡിയായിട്ടാ, ദാ ഇതിലുണ്ട് പൈസ മുഴുവനും. പറഞ്ഞത് മുഴുവനും ഉണ്ട് രൂപേ, പറഞ്ഞത് മുഴുവനും. ആയാലും ഏട്ടൻ്റെ കാര്യം ചെയ്യും, അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്ക്. അത് കേട്ടതും ഇപ്പോഴാ രൂപ സമാധാനമായത്. മനസ്സിനൊരു സമാധാനം ഉണ്ടായില്ല. എന്തു ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലായിരുന്നു. എന്തായാലും സന്തോഷമായി. ഇത് കൊടുത്ത് അവനെ ഒഴിവാക്കാലോ. പക്ഷേ ഏട്ടൻ ഒന്ന് ഓർക്കണം, ഈ പൈസ കൊടുത്ത് മനോഹറിനെ ഒഴിവാക്കിയാലും സരയുവിൻ്റെ മനസ്സിൽ നിന്നും മനോഹർ പോകില്ല. അങ്ങനെ പോകണമെങ്കിൽ സരയു മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അറിയണം. അവൾ അവനെ വെറുത്തൊതുക്കണം. എന്നാൽ മാത്രമേ അത് നടക്കൂ. അത് കേട്ടതും എനിക്ക് തോന്നുന്നില്ല രൂപേ, അവനെ വെറുത്തൊതുക്കില്ല. പക്ഷെ അവൾക്ക് ഭ്രാന്ത് പിടിക്കും, അതുറപ്പാ. എൻ്റെ മോൾക്ക് ഭ്രാന്ത് പിടിച്ച് പോകുന്നത് കാണാൻ വയ്യാത്തോണ്ട് പറയുന്നതാ. എൻ്റെ മോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് രൂപേ. ഞാൻ അവൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അവൾക്ക് വേണ്ടിയാണ് ഇത്രയും നാളും ഓരോരോ കാര്യങ്ങൾ ചെയ്തത്. അവളുടെ ജീവിതം സേഫ് ആകാൻ വേണ്ടിയാണ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയത്. എന്നിട്ടും ദൈവം അവൾക്ക് കൊടുത്തത് കണ്ടോ? ഇത്രയും വലിയൊരു ചതി ദൈവം ഞങ്ങളോട് എന്തിനാ ചെയ്തത്? എന്നെ ചതിച്ചതിൻ്റെ ശിക്ഷയാണോ തനിക്ക് കിട്ടിയത് എന്നും രൂപ മനസ്സിൽ ആലോചിക്കുക. എന്തു ചെയ്യാനാ രൂപേ, എൻ്റെ കഷ്ടകാലം കണ്ടകശനി തലയ്ക്ക് പിടിച്ചാൽ കൊണ്ടേ പോകുമെന്നല്ലേ. എന്തായാലും അതിപ്പോൾ കൊണ്ടേ പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇതൊക്കെ മാറണമെങ്കിൽ ഈ പണം തന്നെ വേണം. ആകെ പാപ്പറായിരിക്കുമോ ഞാൻ ഒരു ജോലിയില്ലാതെ. പിന്നെ അവനും കുറേ പണം വേണമെന്നും പറഞ്ഞ് എൻ്റെ നടക്കിടക്ക് തട്ടാറുണ്ട്. ആ പണമൊക്കെ കൊടുത്ത് എനിക്ക് മതിയായി. അതുകൊണ്ട് ഒരേ അടി പണം കൊടുത്തവനെ സെറ്റിൽ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് എന്നൊക്കെ പറയാ. ഏട്ടൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. സരയുൻ്റെ ജീവിതം മറിയും. സരയുന് നല്ലൊരു ജീവിതം കിട്ടും. ഏട്ടൻ നോക്കിക്കോ. എല്ലാം കൊണ്ടും നമുക്കിനി സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും ഏട്ടാ. ആ മനോഹറിനെ എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിപ്പിച്ചു വിടും. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അവനെപ്പോലെ ഒരു പെരുങ്കള്ളനെ എങ്ങനെയാണ് ഈ സരയു സ്നേഹിച്ചെന്നറിയില്ല. സ്നേഹിക്കുമ്പോൾ അവനൊരു കള്ളനായിരുന്നു എന്ന് ആർക്കും മനസ്സിലാവാത്ത വിധത്തിലല്ലേ മോളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് വല്ലാത്ത കഷ്ടം. എന്തു ചെയ്യാനാ? എന്നാലും അവൻ്റെ ഒരു ഭാഗ്യേ. എത്ര പെണ്ണുങ്ങളെ അവൻ കെട്ടിക്കൊണ്ട് നടക്കുന്നേ. ഈ ലോകത്തിൽ തന്നെ അവന് ഇഷ്ടം പോലെ ഭാര്യമാരുണ്ട്, അതുപോലെ മക്കളും. ഇതൊക്കെ നിയമം അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഗിന്നസിൽ കയറി തന്നെയായിരുന്നു, പിന്നെ ജയിലിലും കിടന്നു തന്നെയായിരുന്നു എന്നൊക്കെ പറയണം. അത് കേട്ടതും അത് ശരിയാട്ടാ. പക്ഷെ എന്ത് ചെയ്യാനാ? അവനെതിരെ കേസ് കൊടുക്കാൻ ഒരാളും ഇല്ലല്ലോ. അവൻ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളൊക്കെ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് നടക്കുമല്ലേ. അതുകൊണ്ട് അവനിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നേ. അവനെ ഒന്നും വെറുതെ വിടരുത് രാഹുലേട്ടാ എന്നൊക്കെ പറയാം. എൻ്റെ മോളൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ലായിരുന്നു രൂപേ, തല്ലിക്കൊന്നാനായിരുന്നു. പക്ഷേ എൻ്റെ മോൾക്കൊന്നും അറിയാത്ത സ്ഥിതിക്ക് നൈസായിട്ട് അവനെ കാശ് കൊടുത്ത് ഒതുക്കിയേ വഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ആ പൈസയും പിടിച്ച് അങ്ങ് പോവുക. ഈ സമയം പോടാ പോ, നിന്നെയും കാത്ത് വഴിയിൽ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. ആ പണം എൻ്റെ അരികിൽ തന്നെ എത്തോടാ. നിന്നെ വെറുപ്പിക്കാതിരിക്കാനാ ഞാൻ ആ പണം തന്നത്. അങ്ങനെ നിന്നെ വെറുപ്പിച്ച നീ എന്നെ ഇതാക്കുമല്ലോ, എന്നെ തെറ്റിദ്ധരിക്കുമല്ലോ, സംശയിക്കുമല്ലോ. അങ്ങനെ ഒരു സംശയം നമ്മൾക്കിടയിൽ വേണ്ട. അതുകൊണ്ടാടാ ഞാൻ നിനക്കിപ്പോൾ പണം തന്നത്. ആ പണം കൊണ്ട് നിനക്ക് നിൻ്റെ മോളുടെ ജീവിതം രക്ഷപ്പെടുത്താനാകില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കുക. ഈ സമയം രാഹുൽ സമാധാനമായി. അവളെ പറ്റിച്ചിട്ടാണെങ്കിലും കുറച്ച് കാശ് കിട്ടി. ഈ കാശ് ആ മനോഹറിന് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അവനെ ഒഴിവാക്കി വിടണം. അവൻ പോയി കഴിഞ്ഞാലേ സമാധാനമുള്ളൂ, ആ വീട്ടിലൊരു സന്തോഷമുള്ളൂ. എൻ്റെ മരുമോൻ അവനൊരു പക്ക ക്രിമിനലാണ്, ഫ്രോഡാണ് എന്നുള്ള വിവരം മോളോട് എങ്ങനെ പറയും? എല്ലാം കൊണ്ടും വലിയ സങ്കടമുള്ള കാര്യമാണ്. എൻ്റെ മോളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാവുക. ഇപ്പം തന്നെ ഒരു ദിവസം കുഞ്ഞിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് എന്തുമാത്രം അവൾ വിഷമിച്ചു. അവളുടെ വിഷമം കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കേണ്ടി വന്നു എനിക്ക്. ഈശ്വരന്മാരെ, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണേ. അവളുടെ ജീവിതത്തിന്. പെട്ടെന്ന് രാഹുലിൻ്റെ വണ്ടിക്ക് മുൻപിൽ കുറേ ഗുണ്ടകൾ വന്ന് തടയുവാണ്. അത് കണ്ടതും രാഹുൽ ആകെ പേടിച്ചു. രാഹുൽ ആരാ നീയൊക്കെ? എന്താ നിനക്ക് ഇവിടെ കാര്യം? പോടാ എന്നും പറയാണ്. തുറക്കടാ, വണ്ടിയുടെ ഡോറ് തുറക്കടാ. അത് കേട്ടതും ഇല്ല, തുറക്കില്ല. നിങ്ങളൊക്കെ ആരാണെന്ന് പറ, മര്യാദക്ക് തുറന്നോ, ഇല്ലെങ്കിൽ നിന്നെ വെടിവെച്ച് കൊല്ലും. അത് കേട്ടതും ഈശ്വര, ഇവന്മാരാരാണെന്നാവോ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഡോറ് തുറക്കുക. ഡോറ് തുറന്നതും ആ ഗുണ്ടകൾ അകത്തിരുന്ന പെട്ടി എടുത്തുകൊണ്ട് രാഹുലിനെ തള്ളിയിട്ടിട്ട് ഒരൊറ്റ ഓട്ടം. ഈശ്വര, കിട്ടിയതും പോയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രൂപയോട് ഇതെങ്ങനെ പറയും? രൂപയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുമോ? ആകെ തെണ്ടിയ അവളോട് കാശ് മേടിച്ചത്. ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമാണല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവനെ ഒഴിവാക്കാൻ ഒരു വഴിയുമില്ല. ദൈവമേ, വല്ലാത്തൊരു കഷ്ടം തന്നെ. രൂപയെ വിളിക്കാം. ഹലോ രൂപേ. എന്താ ഏട്ടാ?
കാശ് അവന് കൊടുത്തോ? ഇല്ല രൂപേ, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കുറേ ഗുണ്ടകൾ എൻ്റെ കയ്യിൽ നിന്നും കാശ് മേടിച്ചിട്ട് തട്ടിയെടുത്തോണ്ട് പോയി രൂപേ. അത് കേട്ടതും ഏട്ടനെന്താ അടിക്കാൻ പാടില്ലായിരുന്നോ? അവന്മാരെ അടിച്ച് ആ പൈസ മേടിക്കായിരുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ രൂപേ? അവർ ഒരു 5-8 പേരുണ്ടായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് പോയില്ലടാ, ആ പണം എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തി. എന്തായാലും ഞാനത് എത്തേണ്ടടുത്ത് തന്നെ എത്തിച്ചോളാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ നിൽക്കുക. ഈ സമയം രൂപ, നീ എന്തോന്നും മിണ്ടാത്തേ? ഒന്നുമില്ല രാഹുലേട്ടാ, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. പോലീസിൽ വിവരം അറിയിച്ചാലോ? വേണ്ട രൂപേ, അങ്ങനെ ചെയ്താൽ എന്തിനാ അത്രയും പണം എന്നൊക്കെ ചോദിക്കില്ല അവർ. അത് ശരിയാ, അതുകൊണ്ട് വേണ്ട രൂപേ, എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി നിൻ്റെ കയ്യിൽ വല്ല ക്യാഷും? ഇല്ല ഏട്ടാ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാ ഞാൻ ഏട്ടന് തന്നത്. ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഏട്ടാ. ഏട്ടനറിയാലോ, കമ്പനി ഇപ്പോൾ ഇല്ല, ഒന്നുമില്ല. ഉള്ള കാശുകൊണ്ടാണ് ഞാനേ ജീവിക്കുന്നത്. ഇത് കേട്ടതും രാഹുലാകെ ടെൻഷനായി. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ CS, എന്തായി രൂപേ, അവൻ്റെ കാശ് പോയി അല്ലേ? പോയി ചന്ദ്രേട്ടാ, അവൻ്റെ കാശ് പോയില്ല, നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തി. വീണ്ടും കാശ് ചോദിക്കുക, നാണോ ഇല്ലാത്ത നാറി. എന്ത് ചെയ്യാനാ, അവൻ അതിനു വേണ്ടിയാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടത്. പക്ഷേ അതൊന്നും നടക്കില്ല എന്നറിഞ്ഞപ്പോൾ അവനാകെ മൊത്തത്തിൽ ഇനിയൊന്നും ജീവിക്കാൻ പോലും കഴിയില്ല. പിന്നീട് കാണിക്കുന്നത് കോടതിയിലാണ്. കോടതിയിൽ പ്രകാശനും നമ്മുടെ ദീപയും വിക്രമും ഒക്കെയുണ്ട്. അപ്പോൾ പ്രകാശനോട് ജഡ്ജി ചോദിക്കുക, എന്തായി, ഇനി പൈസ കൊടുക്കാൻ തയ്യാറാണോ? 5 കോടി രൂപ കൊടുക്കാമല്ലോ അല്ലേ? കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയണം. അത് കേട്ടതും നമ്മുടെ ലക്ഷ്മി ചിരിക്കുക. ആ 5 കോടി എൻ്റെ പണം തന്നെയാടാ എന്നെങ്ങനെ മനസ്സിലാലോചിക്കുക. അങ്ങനെ ശരി, 5 കോടി രൂപ മേടിച്ച് ഇയാളെ എന്നേക്കുമായി വെറുതെ വിടാൻ ലക്ഷ്മിക്ക് താല്പര്യമുണ്ടോ? വെറുതെ വിട്ടേക്ക് യുവർ ഓണർ, എനിക്കൊരു പ്രശ്നവും. ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച മാനക്കേടിനും നാണക്കേടിനുമുള്ള പണം എനിക്ക് കിട്ടിയാൽ മതി. എൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമാവണം, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പ്രകാശനെ വെറുതെ വിടുന്ന പോലെ കാണിക്കുക. എന്തായാലും ഈ കേസ് ക്ലോസ് ചെയ്യുന്നു, പ്രകാശനെ വെറുതെ വിട്ടിരിക്കുന്നു. ഇത് കേട്ടതും പ്രകാശന് ഭയങ്കര സന്തോഷമായി. വിക്രം ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. അങ്ങനെ അവർ പുറത്തിറങ്ങിയതും വക്കീൽ പ്രകാശന് കൺഗ്രാജ് ഒക്കെ കൊടുക്കുക. ഈ സമയം പ്രകാശൻ, അതെ 1ഉം 2ഉം അല്ല, 5 കോടി രൂപയാണ് അവൾക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് അവൾ പോലും ഇറങ്ങിപ്പോയത്. 5 കോടിയല്ല, 50 കോടി കൊടുക്കണമെന്ന് പറഞ്ഞാലും അതിനുള്ള ആസ്തി കാർത്തിക മോൾക്കും കാർത്തിക മോളുടെ അമ്മയ്ക്കും ഉണ്ട്. ഞാനേ ഇപ്പോൾ വെറും ഒരു കോടീശ്വരനല്ല, കോടീശ്വരനിൽ കോടീശ്വരൻ. അംബാനിക്കും മുകളിൽ. അപ്പോൾ കല്യാണിക്കും കിരണിനും ചിരി വരിക. അംബാനിക്ക് എന്തോരം ആസ്തി ഉണ്ടെന്ന് ഈ വൃത്തിയായിട്ടവൻ അറിയോ എന്തോ എന്ന് കിരൺ ആലോചിക്കുകയാണ്. ഈ സമയം എന്താടാ ഒരു പുച്ഛം? നിനക്കതൊന്നും മനസ്സിലാവില്ല. നിൻ്റെയൊക്കെ 1-2 ലക്ഷം കൊണ്ടല്ലടാ ഞാനേ കോടികളിൽ കുളിച്ചാണ് നടക്കുന്നത്. ശരി, നിങ്ങൾ കോടികളിൽ കുളിച്ച് നടന്നോ എന്നും കല്യാണി. അതേടി നടക്കോടി, ഇവനെ കെട്ടിയപ്പോൾ നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. എന്നും ഇവനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുമെന്ന്. എന്നാലേ നീ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ, നിന്റെ സന്തോഷമൊക്കെ അങ്ങ് അവസാനിക്കും മോളെ. നീ ഇനി സന്തോഷമായിട്ട് ജീവിക്കില്ല എന്നൊക്കെ പ്രകാശൻ പറയുക. സാരില്ല, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ കല്യാണി ഇങ്ങനെ ചീത്ത ഉപദേശിക്കുക. ഇത് കേട്ടതും, വാ മോനെ നമുക്ക് പോവാം, ഇനി കല്യാണമാണ്, എൻ്റെയും കാർത്തിക മോളുടെ അമ്മയുടെയും കല്യാണം. മറക്കാതെ വരണം, 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡും ഉണ്ട്, ഉറപ്പായിട്ടും വരാം പ്രകാശ എന്നും കിരൺ. വരണം, ഇല്ലെങ്കിലേ എനിക്കത് വലിയ നഷ്ടമാവും. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അത് നിങ്ങൾ കാണണം. ഞാനിപ്പോഴാണ് ശരിക്കും ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പെണ്ണുങ്ങളെ പെണ്ണാണെന്നൊക്കെ വിശ്വസിച്ച് തുടങ്ങി അല്ലേ? അത് പിന്നെ വിശ്വസിക്കാതിരിക്കോ? പണവും പദവിയും അന്തസ്സും ഉള്ള ഒരാളാണ് എന്നെ ഭർത്താവാക്കാൻ വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവളെ ഭാര്യയാക്കാൻ എനിക്കൊരു മടിയില്ല. ഉള്ളം കൈ കൊണ്ട് നടക്കും. ഇതുവരെ നിന്നെയൊക്കെ വെറുത്തിട്ടേ ഉള്ളൂ. എന്നാൽ കാർത്തിക മോളെ ഞാൻ ഇനി എൻ്റെ നെഞ്ചോട് ചേർത്ത് എൻ്റെ പൊന്നു മോളെ പോലെ വളർത്തും. അതുപോലെ ലക്ഷ്മിയെയും നോക്കും. കാർത്തികയെ ഇനി വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല, അവർ വളർന്നു കഴിഞ്ഞു എന്നും കല്യാണിയും കിരണം. അത് കേട്ടത്, ഡാഡാ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട, നീയൊക്കെ പൊട്ടി താഴെ വീഴാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനിയൊന്നും നിനക്കൊന്നും ഒരു ഇതുമില്ലടാ. എന്തൊക്കെ സംഭവിച്ചാലും നീയൊക്കെ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ, ഞങ്ങൾ അനുഭവിച്ചോളാം എന്നും നമ്മുടെ കിരൺ പറയണത് കേട്ടതും പ്രകാശം ഭയങ്കര കലിപ്പിൽ ദേഷ്യപ്പെട്ടങ്ങ് പോവുക.
അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ല കല്യാണി. അഹങ്കരിച്ചോട്ടോ കിരണേട്ടാ. അവൻ്റെ അഹങ്കാരം അധികം ആയുസില്ലല്ലോ. അത് നമുക്ക് മാത്രം അറിയാവുന്ന സത്യമല്ലേ. അവൻ അഹങ്കരിക്കട്ടെ. കാർത്തിക ചേച്ചിയുടെ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സ്വപ്നം കണ്ടുകൊണ്ട് നടക്കട്ടെ. കോടികൾ ആസ്തിയുള്ളവനല്ലേ. ഇനിയിപ്പോൾ ആ കോടികൾ വെച്ച് അവന് കോടി പൊതിപ്പിക്കേണ്ടി വരുമെന്നാ എൻ്റെ പേടി. പുതപ്പിക്കണമല്ലോ. അവനെ കോടി പുതപ്പിച്ച് കിടത്തണം. അതിനു വേണ്ടിയാണ് ഇനി ഞാനും കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.